ഇരട്ടകളായ 2 അസുര സഹോദരന്മാരായിരുന്നു അദാബിയും വാതാബിയും. അദാബിക്ക് ഇൽവലൻ എന്നും പേരുണ്ട്. ഇവർക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും തികയുമായിരുന്നില്ല. 3-4 ആനകളെ ഒറ്റ ദിവസം കൊണ്ട് തിന്നും. അതിൻ്റെ കൂടെ കുട്ടകം കണക്കിന് ചോറ് തിന്നും. 4-5 കാളകളെ തിന്നും. പിന്നെ ഇതിനൊപ്പം ഒരു 3-4 ആടുകളെയും തിന്നും. കുടം കണക്കിന് പാല് കുടിക്കും. അങ്ങനെ ഭക്ഷണപ്രിയരായ ഈ അസുരന്മാർക്ക് ഭക്ഷണം തേടി നടന്ന് അവർ അച്ഛനാകെ ബുദ്ധിമുട്ടി. അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയിൽ നിന്നിറങ്ങാൻ നേരമില്ല. ഇവർക്കാണെങ്കിൽ വിശപ്പൊട്ട് തീരുന്നുമില്ല. അവസാനം അച്ഛനമ്മമാർ പറഞ്ഞു, നിങ്ങൾ വലുതായി, ഇനി നിങ്ങൾക്കുള്ള ഭക്ഷണം തേടാൻ നിങ്ങൾ തന്നെ പോകണം, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഈ അസുരന്മാർ വീട് വിട്ടിറങ്ങി ഒരു ഗ്രാമത്തിൽ ചെന്നു. അവിടുത്തെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി കുറച്ചു കാലം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആൾക്കാർക്കൊക്കെ ദേഷ്യമായി, അവർ ഒന്നും കൊടുക്കാതായി. അപ്പോൾ ആൾക്കാരെ പിടിച്ച് തിന്നാമെന്നായി ഇവരുടെ വിചാരം. അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി സംഘടിച്ച് ഇവരെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കാട്ടിലെത്തി. അപ്പോൾ അദാബി പറഞ്ഞു, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാവും. സാധാരണ വേട്ടയാടൽ കൊണ്ടൊന്നും നമ്മുടെ വിശപ്പടങ്ങില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് മന്ത്രശക്തികൾ വേണം. എന്തായാലും തപസ് ചെയ്ത് മന്ത്രശക്തി നേടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ശക്തിയുള്ള ഏതെങ്കിലും സന്യാസിമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് വരം വാങ്ങാം. ഇത് ഉദ്ദേശിച്ച് അദാബി കാട്ടിലൂടെ ചുറ്റും നടന്നപ്പോൾ ഉറങ്ങുന്ന ഒരു സന്യാസിയെ കണ്ടു. ഈ സന്യാസിയെ പൊക്കിയെടുത്ത് അവൻ ഗുഹയിൽ കൊണ്ടുപോയി. തട്ടിയെടുത്തുകൊണ്ട് പോയത് മറ്റാരെയുമല്ല, ദുർവാസാവിനെയായിരുന്നു. ദുർവാസാവ് കണ്ണു തുറന്നപ്പോൾ മുന്നിലിരിക്കുന്നു 2 അസുരന്മാർ. രണ്ടുപേരും കൂടെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ തടവിലാണ്, വിടണമെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രശക്തി തരണം. ദുർവാസാവിൻ്റെ നേരെ മുന്നിലിരുന്നത് വാതാബിയായിരുന്നു. ദുർവാസാവ് വാതാബിയെ ഒരു ആടാക്കി മാറ്റിക്കളഞ്ഞു. ഇത് കണ്ട അദാബി പേടിച്ചു പോയി. അദാബി ഓടിച്ചെന്ന് ദുർവാസാവിൻ്റെ കാൽക്കൽ വീണു. തൻ്റെ അനുജനെ രക്ഷപ്പെടുത്തണേ, അവന് ശാപമോക്ഷം തരണേ എന്ന് പറഞ്ഞു. ദുർവാസാവ് പറഞ്ഞില്ല, നിനക്ക് ശാപമോക്ഷമൊന്നുമില്ല. നിനക്ക് വിശക്കുമ്പോൾ ഇവനെ വേണമെങ്കിൽ കറി വെച്ച് തിന്നാം. കറി വെച്ച് തിന്നതിന് ശേഷം ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ചൊല്ലിയിട്ട് വാതാബി വാ എന്ന് പറഞ്ഞാൽ മതി, അവൻ വീണ്ടും ജീവിച്ചു വന്നോളൂ. അപ്പോൾ നിൻ്റെ വിശപ്പടങ്ങുമല്ലോ. ഇതും പറഞ്ഞ് ദുർവാസാവ് പോയി. അദാബി ആദ്യം വിചാരിച്ചു വാതാബിയെ കറി വെച്ച് തിന്നാന്ന്. അപ്പോഴാണ് വിചാരിച്ചത്, ഇവനെ തിന്നു കഴിഞ്ഞ് വാതാബി വാ എന്ന് വിളിക്കുമ്പോൾ വയറ്റിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ വയറ് പൊട്ടില്ലേ, അങ്ങനെ വയറ് പൊട്ടിയാൽ താൻ ചത്തുപോകും. ദുർവാസാവ് തന്നെ പറ്റിച്ചതാണ് എന്ന് അദാബിക്ക് മനസ്സിലായി. എന്തായാലും കിട്ടിയ വിദ്യ കളയരുതല്ലോ. അദാബി അന്ന് മുതൽ വാതാബിയെ എല്ലാ ദിവസവും കൊന്ന് കറി വെക്കും. അടുത്ത ഗ്രാമങ്ങളിൽ പോയി ആരെയെങ്കിലുമൊക്കെ അജമാംസം കൂട്ടി ചോറുണ്ണാൻ വിളിക്കും. അദാബി ആരാണെന്ന് അറിയാത്ത പാവങ്ങൾ അദാബിയുടെ ഒപ്പം ചോറുണ്ണാൻ വരും. അവർ ചോറുണ്ട് കഴിഞ്ഞാൽ ഉടനെ അദാബി വാതാബി വാ എന്ന് പറയും. അതോടെ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം വയറ് പൊട്ടി അതിൽ നിന്ന് അവർ കഴിച്ച മാംസക്കറി പുറത്ത് വരികയും അത് ഒന്നിച്ചുകൂടി വാതാബിയായി തീരുകയും ചെയ്യും. വയറ് പൊട്ടി മരിച്ച ആൾക്കാരെ അദാബി തിന്നുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ അദാബിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയത് അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനിക്ക് അദാബിയുടെ വിദ്യ ആദ്യമേ മനസ്സിലായി. അദ്ദേഹം വളരെ രുചിയായിട്ട് ഇറച്ചിക്കറി കൂട്ടി. അവസാനം ഭക്ഷണം കഴിച്ചിട്ട് ജീർണഭവ എന്ന് പറയുകയും ഒന്ന് ഏമ്പക്കം വിടുകയും ചെയ്തു. അതോടെ വയറ്റിൽ കിടന്ന് വാതാബി ദഹിച്ചുപോയി. ദേഷ്യപ്പെട്ട് അഗസ്ത്യന് നേരെ പാഞ്ഞെടുത്ത അദാബിയെയും അഗസ്ത്യൻ ശപിച്ച് ഭസ്മമാക്കി കളഞ്ഞു.